ഹലോ എവ്രി വൺ, വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ എന്താ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് നവംബർ 8 ആണ് കേട്ടോ. ഇന്ന് മുതൽ 5 ദിവസത്തേക്ക് റോണുനും എയറോനും ഫാൾ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് അവധിയാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പച്ചയൊക്കെ ഇട്ടിറങ്ങാമെന്ന്. ഞങ്ങൾ മൊത്തത്തിൽ ഇന്ന് പച്ച കുടുംബമാണ് കേട്ടോ. ഞങ്ങളിതാ എവിടെ പോവാ റോണോ? മാളിൽ പോവാ. മാളാണല്ലോ ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത്, കറങ്ങാനും ഇതിനൊക്കെ. പിന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും ഇന്ന് 14 ഡിഗ്രി, അതുകൊണ്ട് ചെറിയൊരു ചൂടൊക്കെ ഉള്ളതുകൊണ്ട്, ചൂടല്ല ഒരു ഓക്കെ ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സ്വെറ്ററൊക്കെ ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ, ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പച്ചയൊക്കെ ഇട്ട് ഇറങ്ങിയേക്കുവാ. അപ്പം നമുക്ക് നേരെ മാളിലേക്ക് പോവാം. ആൻറ്റീനെ പിക്ക് ചെയ്തിട്ട് പോവാം. മാളിലെത്തിയിട്ട് കാണാം. ചിക്കൂസ് അവിടെ വെയിറ്റിംഗ്. അപ്പൊ ബൈ. അങ്ങനെ ദാ ഫൈനലി ആൻറ്റി ഈസ് ഹിയർ. ആൻറ്റിയും പച്ച ഇട്ടുണ്ടാട്ടോ വന്നിരിക്കണേ. അങ്ങനെ ഞങ്ങൾ ഇന്ന് മൊത്തത്തിൽ ഒരു പച്ച കുടുംബമായി. ആന്റിയും പച്ച കുടുംബമായിട്ട് വന്നിരിക്കുന്നു. ചിക്കു ഒറ്റപ്പെട്ടു പോവോ? ചിക്കു ഏതാ കളർ ഇട്ടിരിക്കണേ? വെള്ളയാണോ? കുഴപ്പമില്ല, റോണുവിന്റെ കൂടെ മാച്ച് ചെയ്യാം. ഡിസൈൻ ആണോ? കുഴപ്പമില്ല. എന്റെ അമ്മ അവിടെ നോക്കി നിപ്പുണ്ട് ഡോറിന്റെ അവിടെ. ബൈ. ഇടയ്ക്കും തലയ്ക്കൊക്കെ മാളിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഈ ഒരു ഐസ് ഹോക്കി ഗെയിം. എന്താണെന്നറിയില്ല, കടലിലൊക്കെ പോയിട്ട് തിരകളൊക്കെ എണ്ണി നോക്കിയിരിക്കുമ്പോൾ എല്ലാം മറന്നു പോകുമെന്ന് പറയുന്ന ഒരു ഫീലാണ് എനിക്ക് ഇത് നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട് കേട്ടോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്കോർ ചെയ്യുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ആ സഫാറോയിലേക്കാണ്. അവിടുത്തെ ഓഫറും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം പോയി നോക്കാം. അവിടെ ചിക്കൂസ് നമ്മൾ വെയിറ്റിംഗ് ആണ്. അത് അനീനെ കണ്ടതിന്റെ സന്തോഷം. എന്താ പറയണ്ടത്? എനിക്ക് റോണോ ഈ നടന്ന് എങ്ങോട്ട് പോവാന്നാ നിങ്ങൾ ഓർക്കുന്നേ? നമ്മൾ മാളിൽ വന്നു കഴിഞ്ഞാൽ വിട്ട് കളയത്തൊരു സ്ഥലമാണ് കേട്ടോ ഡ്രീം ടീ. അവിടെ പോയി ഒരു ബബിൾ ടീ ഓർഡർ ചെയ്ത് കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ആഹാ. അങ്ങനെ വൻ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ നമ്മളൊരു വാനില ബബിൾ ടീ, ചോക്ലേറ്റ് ബബിൾ ടീ, മാംഗോ ബബിൾ ടീ ഒക്കെയാണ് മേടിച്ചത്. അതും മേടിച്ച് കുടിച്ചോണ്ടാണ് കേട്ടോ തേര പരമാളി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നത്. എന്തായാലും ഇനിയത്തെ വിശേഷം വഴിയെ. കുഞ്ഞിപ്പണ്ണിന് ചോക്ലേറ്റ് ഷേക്ക് കിട്ടിയോ? ചോക്ലേറ്റ് ബബിൾ ടീ, മാംഗോ, വെനില ഫോർ മൈ റോങ്കുട്ടൻ. How do I the pointy side goes down? I don't know. എങ്ങനെയുണ്ട്? നല്ലതാണോ റോണു? എങ്ങനെയുണ്ട്? നല്ലതാണോ? Name എന്താന്ന് എനിക്കറിയില്ല, but in the cartoon the name is Dory. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഗൈസ് ഈ ഒരു സ്വാനിനെ? കഴിഞ്ഞ ജനുവരി 7 അപ്പയുടെ ബർത്ത്ഡേക്ക് നമ്മളെല്ലാവരും കൂടി വന്നിട്ട് ഈ ഒരു സ്വാനിനെ എടുത്ത് നമ്മൾ ചവിട്ടിയായിരുന്നു. അയ്യോ, ചവിട്ടി മടുത്തു പോയെങ്കിലും എൻജോയ് ചെയ്തിരുന്നു. എന്നാ പെൻഗ്വിനോ? എവിടെ? ഞാൻ സൈഡിലുണ്ട് ഇതേ കണ്ടോ? അവനെ കൊണ്ട് വിട്ടു. എവിടെ കൊണ്ടുവിട്ടു? ആ കയ്യിൽ കണ്ടോ? ഓ ദേ അവിടെ സൈഡിലല്ലേ. അതുങ്ങളെ കയറ്റി വിടുവോ? പക്ഷെ അത് ഉള്ളിലേക്ക് കയറ്റി വിടാം. ആ സൈഡിലായിട്ട് പെൻഗ്വിൻ ഉണ്ട് കേട്ടോ. ദേ ആ സൈഡിൽ മോളെ പെൻഗ്വിൻ. എടാ ദേ ആ ചേച്ചി ഇപ്പൊ കൊണ്ട് ഇറക്കി വിട്ടു പെൻഗ്വിനെ, വെള്ളത്തിലേക്ക് ഇട്ടു. ഓ എൻ്റെ പൊന്നോ, ഇത് നോക്കിക്കേ, ലേഗോ വെച്ചൊരു കാർ ഉണ്ടാക്കിയേക്കുന്നു. ടയർ ഉൾപ്പെടെ ലേഗോ. അതെ, വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കാനല്ലേ.
ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ലേഗോ പീസ് വെച്ച് ഉണ്ടാക്കിയിരുന്നു. കിട്ടു ഇതിൻ്റെ ഉള്ളിൽ വരെ ലേഗോ പീസ് വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ടുണ്ടേ. നെക്സ്റ്റ് ഉള്ളിൽ വരെ സാധനങ്ങൾ ലേഗോ പീസ് വെച്ചിട്ട്, ബോഡി പാർട്സ് മാത്രമല്ല ഉള്ളു വരെ, സീറ്റ് ഉൾപ്പെടെ ലേഗോ പീസ് വെച്ചുണ്ടാക്കി. സൂപ്പർ. റെക് റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ ഐസ് ഹോക്കി വീണ്ടും കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ആ ഫുൾ ഗെയിം പിന്നെയും കണ്ടു. അടിപൊളിയായിരുന്നു. ഒരു ടീം എന്തായാലും ജയിക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇനി റെക് റൂമിൽ കാണാം. ഞാൻ പിടിച്ചോളാം. ഇതിങ്ങനെ മൂവ് ചെയ്യണം പക്ഷെ മൂവ് ആവണില്ല. സോ നമുക്ക് പോവാം. ആനി ഒന്ന് ചമ്മി. അയ്യോ എന്റെ മറ്റേ ഇത് റെക്കോർഡിംഗ് ആണോ? ആനി ഇത് ചമ്മൂന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. റെക് റൂമിൻ്റെ വീഡിയോ ഒരിക്കൽ ഞാൻ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഞാൻ വീഡിയോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ റെക് റൂം കുട്ടികൾക്കുള്ളതല്ല എന്ന് എനിക്ക് തോന്നി. അവർക്ക് ഒരുപാട് അങ്ങ് എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊന്നും റെക് റൂമിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വലിയ കുട്ടികൾക്കും നമുക്കും ഒക്കെ ആണെങ്കിലും കുറച്ച് അധികം ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്കതൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച്, കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് റെക് റൂം അത്ര വലിയൊരു ഗെയിമിംഗ് സെൻ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ബോറടിയായിരുന്നു. പിന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ 1-2 ബൈക്കും 1-2 കാറും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവർ ശരിക്കും എൻജോയ് ചെയ്തു. അതിൽ റോണു ഫസ്റ്റ് പ്രൈസൊക്കെ ബൈക്കിൽ റേസിൽ മേടിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ റോണുവിന് ഭയങ്കര സന്തോഷമായി. പിന്നെ ബാസ്കറ്റ് ബോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ കളിച്ചിട്ട് നമ്മളിങ്ങ് പോന്നു കേട്ടോ. ഇത് എനിക്കും ഓടിക്കണം, അവക്കും ഓടിക്കണം. ഞങ്ങളിൽ ആരോടിക്കും എന്നതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് അവിടെ. അടിപൊളി റോണോ. ട്രൈ ചെയ്യാൻ ചുമ്മാ ട്രൈ ചെയ്യാം. നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് ജോബ് റോണോ. അവിടുത്തെ എല്ലാ റേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറേ പോയിന്റ്സ് കിട്ടിയതുമായിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ടോയ്സ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. കിട്ടിയ പോയിന്റ്സിൻ്റെ അനുസരിച്ച്. അപ്പോൾ അതും മേടിച്ച് കുറച്ച് ഫുഡും മേടിച്ച് നമ്മളിത് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. റോങ്ങുണ്ണിന് എന്ത് കിട്ടിയാലും കഴിക്കും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷമമില്ല. അവന് വിശന്നിരിക്കും എന്നൊരു പേടി നമുക്കില്ല. പക്ഷെ ഐറൂട്ടി അങ്ങനെയല്ല. അവൾ ഭയങ്കര പിക്കിയാണ്. എന്നേക്കാളും വലിയ പിക്കിയാണ് കേട്ടോ ആള്. അതുകൊണ്ട് തന്നെ അവളെ ഫുഡ് കഴിപ്പിക്കുന്ന കാര്യത്തിൽ ഇത്തിരി സങ്കടമാണ് എനിക്ക്. എന്തായാലും നമ്മൾ അവിടെ ഇരുന്ന് നന്നായിട്ട് കഴിച്ചു. ഐറു മാത്രം കഴിച്ചില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടെ പുട്ടീൻ മേടിച്ച് കഴിച്ചു. അപ്പം എന്തായാലും വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇന്നത്തെ ദിവസവും ഹാപ്പി. ആരെ എക്സ് ആരെ ഓയെ റോണു. റോണു ആനി വിൻ ചെയ്തില്ലേ? ആ
ഒരു ടിക് ടാക്ടോ ഗെയിം എന്താണെന്ന് അറിയില്ല, റോങ്കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കളിക്കാൻ. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയൊക്കെ ആയിട്ട് ടിക് ടാക്ടോ കളിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഹഡ്സൺസ് ബേയുടെ അവിടെ ആരുമില്ല. അപ്പോൾ പിന്നെ പിള്ളേരും ചിക്കൂസും കൂടെ ഓടിക്കളിയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. സീ യു.